താങ്കൾ എവിടുത്തെ ആളെങ്കിലും ആയിക്കോട്ടെ, താങ്കൾ ഏത് നാട്ടുകാരെങ്കിലും ആയിക്കോട്ടെ, സുഹൃത്തെ എന്നല്ലാതെ നമ്മളെന്താണ് വിളിക്കുക? ഞാൻ പറയട്ടെ, ഇതിപ്പോ ആര് കൊണ്ടുവന്നില്ല? ശ്രീ സജീഷ് തന്നെയാണ് കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് വന്നപ്പോ സജീഷ് തന്നെയാണ് കൊണ്ടുവന്നത്, ഞാനല്ല. എനിക്കിതൊരു ചോദ്യം പോലും അല്ല ഇന്ന്. ശ്രീ സജീഷ്, മാധ്യമ ചർച്ചയിൽ പാളിപ്പോയ കാര്യങ്ങളാണ്. ഇത് ഓർമ്മപ്പെടുത്തുന്നതിന്റെ കുഴപ്പം സജീഷിനാണ്. സജീഷ് തന്നെ പറഞ്ഞു. സജീഷിനോട് ഞാൻ അതിന്റെ പേരിൽ ഒരു ചോദ്യം ചോദിച്ചതിനാണ് സജീഷ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ശരി, ഓക്കെ. ശ്രീ ജിൻഡോ ജോൺ പറഞ്ഞോളൂ. സജീഷ്, എന്തായാലും ഈ ജാഥകളൊക്കെ നടക്കുന്ന സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് കേരളത്തിൽ നടക്കുന്ന സമയത്ത് മാസപ്പടി നന്നായി ഓർമ്മപ്പെടുത്തിയതിന് സജീഷിനോട് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ഈ മാസപ്പടി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ പറഞ്ഞിട്ട് അതിന്റെ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാളും പറയുകയില്ല, ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഒന്ന് പ്ലീസ് സജീഷെ അലമ്പാക്കല്ലേ പ്ലീസ്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ. താങ്കൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. ഇനി ഞാൻ തിരിച്ചു പറയുമ്പോൾ താങ്കൾ പറയും ഇടപെട്ടു. അതുകൊണ്ട് പറയട്ടെ പ്ലീസ്. കോടതി പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞത്, ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും പണി എടുത്തിട്ട് പൈസ വാങ്ങാൻ വീണ തൈക്കണ്ടിയിലോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. മാസപ്പടി കേസിൽ ബാംഗ്ലൂർ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, കേരള ഹൈക്കോടതി, സുപ്രീം കോടതി, രാജ്യത്തെ ഒട്ടുമിക്ക കോടതികളിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ കയറി നടക്കുന്നതിന്റെ കാരണം എന്താ? എന്ത് സേവനം ചെയ്തിട്ടാണ് 1.25 കോടി രൂപ മാസപ്പടിയും 1 കോടി രൂപ കടമായിട്ടും വാങ്ങിയത് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഇത് നിങ്ങൾ കോടതിയിൽ രഹസ്യമായി കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളാ. ഒരു രാഷ്ട്രീയ ചോദ്യം ഉയർത്തപ്പെടുമ്പോൾ രാഷ്ട്രീയമായിട്ട് മറുപടി പറയണം. സജീഷിന് പോലും അറിയില്ലല്ലോ എന്ത് സേവനം ചെയ്തതെന്ന്. ആർക്കും അറിയില്ല. ആർക്കും അറിയാത്ത ആ രഹസ്യം മാസപ്പടി വാങ്ങിയ വീണ തൈക്കണ്ടിയിലോടും കൊടുത്ത കർത്തയിലും അവസാനിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല. അപ്പൊ ആ വിഷയം ചർച്ച ചെയ്യപ്പെടട്ടെ. ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ, താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ ജാഥ തുടങ്ങുന്നതിന് മുമ്പ് UDF നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെയും UDF നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് കോൺക്ലേവ്, ബിസിനസ് കോൺക്ലേവ്, IT പ്രൊഫഷണൽ ആയിട്ടുള്ള കോൺക്ലേവ്, ഇങ്ങനെ ഒരുപാട് കോൺക്ലേവുകൾ നടത്തി അവരുമായിട്ട് അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ പൗരന്മാരെ കേട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ജാഥയിൽ ഉടനീളം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പൗരപ്രമുഖന്മാരെ തീറ്റിപ്പോറ്റിക്കൊണ്ട് നിങ്ങളുടെ നവകേരള സദസ്സ് നടത്തി. എന്ത് റിസൾട്ട് ഉണ്ടായി? ഞങ്ങൾ കേരളത്തിലെ സകല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും പൗരന്മാരെയും കേട്ടുകൊണ്ട് ഞങ്ങളുടെ ജാഥയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം ഓർമ്മിപ്പിക്കണം. പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമത്തിലെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ 17ൽ 12 പേരും കുഞ്ഞികൃഷ്ണനോടൊപ്പമായിരുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തു എന്ന് ആരോപിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് വന്ന കുഞ്ഞികൃഷ്ണനോടൊപ്പമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി യോഗം പോലും മാറ്റിവെക്കേണ്ട ഗതികേടിലേക്ക് CPM എത്തുമ്പോൾ മാസപ്പടിയായാലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പായാലും ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കട്ടെടുത്ത കാര്യമായാലും ആഗോള സംഗമത്തിന്റെ മറവിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായാലും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്, സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ താങ്കൾ പറഞ്ഞു പെൻഷൻ അവകാശമാണെന്ന് സജീഷ് ഈ ചർച്ചയിൽ പറഞ്ഞു. സജീഷ് പറഞ്ഞതിന് ഞാൻ കൈയടിച്ച് സ്വാഗതം ചെയ്യുക. സജീഷ് പറഞ്ഞത് കേരള സർക്കാരിന്റെ വക്കീലിനോട്, സ്റ്റാൻഡിംഗ് കൗൺസിലിനോട്, ഹൈക്കോടതിയിൽ പോയി അഭിപ്രായം പറഞ്ഞ കൗൺസിലിനോട് പറയണം പെൻഷൻ സാധാരണക്കാരുടെ അവകാശമാണെന്ന്. നിങ്ങളുടെ സർക്കാരിന്റെ വക്കീലാണ് പറഞ്ഞത് പെൻഷൻ ഞങ്ങളുടെ ഔദാര്യമാണെന്ന്. DA സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമാണെന്ന് സജീഷ് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കൂടി പറഞ്ഞ് ബോധിപ്പിക്കണം. ഇനി താങ്കൾ പറയുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്ന് പെൻഷനിൽ. ഈ കഴിഞ്ഞ ഒക്ടോബർ 31 ധനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു മാസത്തെ കുടിശ്ശിക അടക്കം 400 രൂപ വർദ്ധിപ്പിച്ചതടക്കം 3600 രൂപ കൊടുക്കുന്നു. എങ്കിൽ ധനമന്ത്രി കള്ളം പറയുന്നതായിരിക്കും. കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല. അതിനു മുമ്പ് 2024 ജൂലൈ 11 കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നപ്പോൾ, ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നപ്പോൾ, പിച്ചച്ചട്ടിയെടുത്ത് സമരം ചെയ്യുന്ന സമയത്ത് മനോരമയിൽ അടക്കം വാർത്ത വന്നിട്ടുള്ളതാണ്. 2024 ജൂലൈ 11 മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക, അതെ 2 മാസത്തെ കുടിശ്ശിക ആ വർഷം കൊടുക്കും. ബാക്കിയെല്ലാം 2 വർഷത്തിനുള്ളിൽ കുടിശ്ശിക ഇല്ലാതെ പെൻഷൻ കൊടുക്കുമെന്ന്. ബാക്കി മാർച്ച് 31 2 മാസത്തെ കുടിശ്ശിക അടക്കം കൃത്യമായിട്ട് കൊടുക്കും. ബാക്കിയുള്ളത് കൃത്യമായിട്ട് കൊടുക്കുമെന്ന്. അല്ല പറയട്ടെ സജീഷ്, പറയട്ടെ. സജീഷിന്റെ സമയം തീരെ മോശമാണ്. സജീഷ് ഞാൻ പറയട്ടെ, കുടിശ്ശിക ഞാൻ പറയട്ടെ. സജീഷിന്റെ ചോദ്യം കേട്ടു. സജീഷ് ചോദ്യം കേട്ടു. സജീഷ് ശരി, ചോദ്യം കേട്ടു. സജീഷ് കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നുള്ള താങ്കളുടെ കള്ളം, കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നുള്ള കള്ളമാണ് ഞാൻ പൊളിച്ചത്. കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് കിട്ടാത്തതിന്റെ പേരിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അത് അവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ്. നിങ്ങളുടെ വക്കീൽ ഒന്ന് മിണ്ടാതിരിക്കണോ? ഞാൻ പറയട്ടെ. എന്ത് തരം മനുഷ്യരാണ്? ഞാനൊന്ന് പറയട്ടെ സജീഷേ, ഒരു മര്യാദയില്ലേ? താങ്കൾ അരമണിക്കൂറോളം സംസാരിച്ചില്ലേ? ഒന്ന് പറയട്ടെ സജീഷേ, ഒന്ന് പറയട്ടെ. നിങ്ങളുടെ സർക്കാർ ആത്മഹത്യ ചെയ്തിട്ടുള്ള മനുഷ്യര് താങ്കൾ എവിടെയായിരുന്നു? കള്ളം പറയുന്നോ?
എന്റെ മറുപടി കേൾക്കുന്നേ. താങ്കൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലൂടെ ഏറ്റവും എളുപ്പത്തിൽ കച്ചവടം നടത്തിയത് മാത്തപ്പടി വാങ്ങിയ കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് ഏട്ടൻ പിന്നെ തെളിയിക്കാൻ പറ്റും. സതീഷെ തെളിയിക്കാൻ പറ്റും. മിണ്ടാതിരിക്കും, ഞാൻ തെളിയിക്കാം. വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. മിണ്ടാതിരിക്കും, ഞാൻ തെളിയിക്കാം. തെളിയിച്ചാൽ ജിൻഡോ പറയുന്ന പണി ഞാൻ എടുക്കും. താങ്കൾ എവിടുത്തെ ആളായെങ്കിലും ആയിക്കോട്ടെ, താങ്കൾ ഏത് നാട്ടുകാരെങ്കിലും ആയിക്കോട്ടെ, താങ്കളുടെ വീടും അഡ്രസ്സും തപ്പാനല്ല ഞാൻ നടക്കുന്നത്. ഞാൻ പറയട്ടെ റാഷിദ്, ഇടപെട്. ഞാൻ പറയട്ടെ, താങ്കൾ ഏത് നാട്ടിൽ വേണമെങ്കിലും താമസിച്ചോ. ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത, അതാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചത് പെൻഷൻ കിട്ടാതെ മുടങ്ങിയപ്പോൾ പച്ചക്കറി കടയിലും പലചരക്ക് കടയിലും ഒക്കെ പണം കൊടുക്കാത്തതിന്റെ പേരിലാണെന്നാ. താങ്കൾ എവിടെയായിരുന്നു? ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഞാൻ പറയട്ടെ, താങ്കൾ തോന്നിയതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ? കള്ളമാണെങ്കിൽ കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ സത്യം പറയുന്ന ഒന്ന് കേൾക്കൂ. എന്നെ സുഹൃത്തൊന്നും വിളിക്കണം. ഞാൻ താങ്കളുടെ സുഹൃത്തൊന്നുമല്ല. ഞാൻ താങ്കളുടെ സുഹൃത്തല്ല. നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്ത് സൗഹൃദമാണുള്ളത്? നമ്മൾ പരിചയമുണ്ടോ? ഞാൻ പറയട്ടെ, അല്ലല്ല, നല്ല തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണോ? എനിക്ക് ബന്ധമില്ലാത്ത ആളുകൾ എന്റെ സുഹൃത്ത്. എനിക്ക് സജീഷിനെ പരിചയമുണ്ട്. പറയട്ടെ റാഷിദെ, ഒന്നുകിൽ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയും. എന്ത് അലമ്പാടി. ഞാൻ പറയട്ടെ, സൗഹൃദമുള്ള മനുഷ്യരും ആദ്യം മര്യാദ കാണിക്കണം. പറയാൻ അനുവദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എനിക്ക് ചാനൽ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നത്. റാഷിദെ, ചാനൽ ചർച്ചയിൽ കണ്ട് പരിചയമുള്ളവരെ പരിചയക്കാരെന്ന് വിളിക്കും. അതിനപ്പുറത്ത് ആഴമുള്ള ബന്ധമുണ്ടെങ്കിൽ സുഹൃത്തെന്ന് വിളിക്കും. എനിക്ക് റാഷിദ് സുഹൃത്തല്ല, ഈ സജീഷിന്റെ സുഹൃത്തല്ല. എനിക്ക് എന്താ ആഴത്തിലുള്ള ബന്ധം? സജീഷ് ഈ ചാനൽ ചർച്ചയിൽ വന്ന് ഞങ്ങൾ തമ്മിൽ തർക്കിക്കുന്നതിനപ്പുറത്തുള്ള ഒരു പരിചയമില്ല. പരിചയക്കാരൻ തന്നെയാണ് ഞാൻ വിളിക്കേണ്ടത്. അതിനപ്പുറത്ത് ഒരു കാര്യം, ഞാൻ ഇനി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയട്ടെ എന്ന് വെറുതെ ബഹളം വയ്ക്കല്ലേ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇവിടെ മുന്നോട്ട് പോയെന്ന് പറയുന്നത് 3 ലക്ഷം സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയെന്ന് പി രാജീവ് പറഞ്ഞു. ഏതൊക്കെയാണ് ആ സംരംഭങ്ങൾ? പി രാജീവിന് മാത്രമേ അറിയുള്ളൂ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്തി നന്നായി കച്ചവടം നടത്തിയ ഒരു കമ്പനി പൂട്ടിപ്പോയി. അതിന്റെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാ. അതിന്റെ പേരിൽ 1.25 കോടി രൂപ മാസപ്പടി വാങ്ങിയതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ കേരളത്തിലും ഈ രാജ്യത്തും നടക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞു ഏതൊക്കെ കൂളിമാട് പാലം പൊളിഞ്ഞില്ലെന്ന്. പൊളിഞ്ഞല്ലോ. തൃശ്ശൂർ ചെമ്പൂർ സ്കൂളിന്റെ 2ാം നില കിഫ്ബിയിലൂടെ പണിത, അത് പൊളിച്ചു മാറ്റേണ്ടി വന്നല്ലോ. അതുപോലെ ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് തൊടുപുഴയിൽ പൊളിച്ചു മാറ്റേണ്ടി വന്നില്ലേ? ചോർന്നൊലിക്കുകയാണ്. അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ 4 മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. കടൽ തിരമാലയിൽ പെട്ടതെല്ലാം പൊളിഞ്ഞ് തീരത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു നടത്തിയ വികസനമാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോൾ അധികാരത്തിൽ ഞങ്ങൾക്ക് എന്തോ കണ്ണുകടിയാണെന്ന്. സജീഷിന്റെ മൊബൈൽ ഫോൺ കണക്ഷൻ ഏതാ? കെ ഫോൺ അല്ലല്ലോ. റാഷിദ്, ഞാൻ പൂർത്തിയാകട്ടെ പ്ലീസ്. ഒരു മിനിറ്റ്, എനിക്കൊരു 30 സെക്കൻഡ് തന്നാൽ മതി. സജീഷിന്റെ മൊബൈൽ ഫോൺ കണക്ഷൻ കെ ഫോൺ അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 36 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്ന് CAG റിപ്പോർട്ടുള്ള കെ ഫോൺ താങ്കൾ ഉപയോഗിക്കുന്നില്ലല്ലോ. കേരളത്തിലെങ്കിലും മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഇത് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മാസപ്പടിയായാലും കേരളയിലായാലും ശബരിമല കൊള്ളയായാലും ആഗോള സംഘമായാലും നിങ്ങൾ സകലതും കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളാണ്. 250ഓളം സ്കൂളുകൾ പൂട്ടിയപ്പോൾ 900ഓളം ബാറുകൾ തുടങ്ങിയ നിങ്ങളുടെ കാലത്തേക്കല്ല. പാവപ്പെട്ട മനുഷ്യരെ കരുതലോടെ കണ്ട, എല്ലാ മനുഷ്യരെയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ഉമ്മൻചാണ്ടി കാലത്തിലേക്ക് തിരികെ പോകണമെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കടക്ക് പുറത്തെന്നും ഇരിക്കവിടെയെന്നും മാറി നിൽക്കെന്നും പറയുന്ന ദാഷ്ട്യത്തിന്റെ മുഖമുടിയായിട്ടുള്ള പിണറായി വിജയൻ കാലത്തിൽ ഇനിയും നമ്മൾ അഭിരമിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ശരി, ഒരു ഇടവേളയാണ് ശേഷം ശ്രീ NP ചേക്കുട്ടിയിലൂടെ ഞാൻ തുടങ്ങാം. ഇടവേള. ശ്രീ NP ചേക്കുട്ടി, താങ്കൾ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് കൂടി നേരത്തെ സജീഷ് പറഞ്ഞിരുന്നു. അതിന് മറുപടി പറയാം. അല്ല, അതിലൊന്നും കാര്യമില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാം. എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത്, താങ്കൾ ഈ പിണറായി സർക്കാർ നല്ലത് ചെയ്താൽ നല്ലത് പറയില്ലേ എന്നുള്ളതാണ് ചോദ്യം. പൊളിറ്റിക്കൽ പിണറായി സർക്കാരിനെ കുറിച്ച് ഞാൻ നല്ലത് പറയാനിടയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്താ പറയേണ്ടത്? കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 10 വർഷമായിട്ട് മാത്രമല്ല, കേരളത്തിൽ 40 വർഷമായിട്ടെങ്കിലും വളരെ കൃത്യമായിട്ട് നമ്മുടെ സാമൂഹിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ വലിയ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതാണ്ട് 80കൾ മുതൽ നിങ്ങളുടെ കേരളത്തിൻ്റെ ഒരു സൊസൈറ്റിയെ നോക്കിയാൽ ദർ ഇസ് എ കണ്ടിന്യൂറ്റി. അതിൻ്റെ വികസന മാതൃകകളിൽ, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലും ഒക്കെ തന്നെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്താണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയും അതുപോലെ ഒരു പ്രധാനപ്പെട്ട പദ്ധതികളും വരുന്നത്. ആ പദ്ധതികൾ അവിടെ വെച്ച് അവസാനിക്കല്ലോ. ഉമ്മൻചാണ്ടി പോയപ്പോൾ അത് അവിടെ തടയല്ലുണ്ടായത്. പിന്നീടുള്ള സർക്കാരുകൾ അത് മുന്നോട്ട് കൊണ്ടുപോയി അത് ഒരു കൺക്ലൂഷൻ എത്തിച്ചു. അതുപോലെ കൊച്ചി വിമാനത്താവളമായാലും ശരി, പിന്നെ കൊച്ചി മെട്രോ ആയാലും ശരി, കണ്ണൂർ വിമാനത്താവളമായാലും ശരി, കേരളത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ
അതെ, കേരളത്തിന്റെ ഏത് വികസന പ്രവർത്തനം നോക്കി കഴിഞ്ഞാലും പിന്നാലെ വരുന്ന സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്താ കാരണം? ഒരു കണ്ടിന്യൂറ്റി ആണുള്ളത്. പക്ഷെ അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, കേരളത്തിന്റെ ഏറ്റവും പ്രധാന ഫോക്കസ് എവിടെയാന്നുള്ളതാണ്. ഈ ഫോക്കസിന്റെ കാര്യം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഉന്നയിച്ചു വരുന്ന പ്രശ്നം എന്താണ്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശങ്ങൾ എൻഷുർ ചെയ്യുന്ന, അവരുടെ സാമ്പത്തികമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള അവകാശങ്ങൾ ലീഗലായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിയമ സംഹിതയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് UPA-യുടെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കോൺട്രിബ്യൂഷൻ 2004 സർക്കാരിന്റെ കാലം മുതൽ ആരംഭിച്ചതാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് ഇന്ന് ഈ രാജ്യം അനുഭവിച്ചുകൊണ്ട്, RTA ആയാലും ശരി, ബന്ധപ്പെട്ട മറ്റു നിയമങ്ങളായാലും ശരി, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി, അതിനൊരു തുടർച്ച കേരളത്തിലുണ്ട്. ആ തുടർച്ചയോടാണ് എനിക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ളത്. അല്ലാണ്ട് ഇടതുപക്ഷം ഒരു സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം കാലത്തേക്കാൾ നേരത്തെ കുറെ കാര്യങ്ങളിൽ മറുപടി പറയാൻ സജീഷ് തയ്യാറെടുത്തിരുന്നു. കുറെ ചുരുങ്ങിയ വാക്കുകളിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ളത് മാത്രം പറയും, അതിനുള്ള സമയമുള്ളതുകൊണ്ട്. അല്ല, ഒരു കാര്യം ശ്രീ ചേക്കുട്ടി പറഞ്ഞ കാര്യത്തിലാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ അവകാശ നിയമങ്ങൾ എന്ന് പറയുന്ന ഒന്നാം UPA ഗവൺമെന്റ് കാലത്താണ്. അത് ഇടതുപക്ഷം കൂടിയുള്ള പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു അവകാശവും കോൺഗ്രസ് ഈ രാജ്യത്ത് കൈകാര്യം ചെയ്തിട്ടില്ല. താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ കർണാടകത്തിലേക്ക് പോകാം. അവിടെയാണല്ലോ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 400ഓളം കുടുംബങ്ങളെ ബുൾഡോസർ വെച്ച് UP-യിലെ പോലെ വീടുകൾ പൊളിച്ചു കളഞ്ഞ്, അവർക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു, അവർക്ക് ആധാർ കാർഡ് ഉണ്ടായിരുന്നു, അവർക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടായിരുന്നു, പാസ്പോർട്ട് ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരുന്നു. അവരെയാണ് തെരുവിലാക്കിയത്. അത് അവകാശത്തിനെതിരാണ്. ഇവർക്ക് അധികാരം, ഞാൻ പറയട്ടെ, അധികാരം കിട്ടിയാൽ എന്താണ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അല്ല, ഞാൻ നിങ്ങൾ തൊഴിലുറപ്പ് നിയമം നിങ്ങളുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടോ? അത് ഇല്ലല്ലോ. അഖിലേന്ത്യാ പ്രസിഡന്റ് പൊതു മിനിമം പരിപാടിയിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാത്തിന്റെയും പിതൃത്വം ഏറ്റെടുക്കേണ്ടത്, കേരളത്തിന്റെ പിതൃത്വം എല്ലാം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ താങ്കൾ പോയി ആ സീതാറാം കേസിനോട് ചോദിക്കാം, MA ബേബിയോട് ചോദിച്ചാൽ മതി. 2004 തെരഞ്ഞെടുപ്പിന് ഇനിയുണ്ട് സമയം. തർക്കത്തിന്റെ ഇനിയും നമുക്ക് സാഹചര്യം ഉണ്ടാകും. ഞാൻ ഇന്നത്തെ സമയം തീരുന്നതോട് നിർത്തുകയാണ്. വളരെയധികം നന്ദി ശ്രീ SK സജീഷ്.